അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അത് തന്നെ ഇതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസ് 3 ചീനിക്കിഴങ്ങ് അല്ലെങ്കിൽ മധുരക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നല്ല ആരോഗ്യത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒരു സംഭവമാണ് മധുരക്കിഴങ്ങ്. പല അസുഖങ്ങൾ മാറുന്നതിനും പ്രമേഹ രോഗം മാറുന്നതിനും ഒക്കെ ദിവസവും ചീനിക്കിഴങ്ങ് 2-3 കഷ്ണം കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഞാൻ 2 രീതിയിലാണ് ഈ ചീനിക്കിഴങ്ങ് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് വെച്ചിട്ട് കാണിക്കുന്നത്. ആദ്യം നമുക്ക് ഒരു മീഡിയം സൈസ് മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇതിന്റെ തൊലി വേണമെങ്കിൽ ചെത്തി കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. തൊലിയോടുകൂടി നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. ഞാനിപ്പോൾ തൊലിയോടുകൂടി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കുക്കറിലിട്ടിട്ട് ഇത് വേവിച്ചിട്ടെടുക്കാം. ഒരുപാട് ഗുണങ്ങൾ നഷ്ടപ്പെടും ഈ മധുരക്കിഴങ്ങിന്റെ. അപ്പോൾ നമുക്കൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ഇനി ഇത് പുഴുങ്ങിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഓരോ കുഴികളിലായിട്ട് കട്ട് ചെയ്തെടുത്ത ചീനിക്കിഴങ്ങ് വെച്ചു കൊടുക്കാം. ചീനിക്കിഴങ്ങ് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് വെച്ചു കൊടുക്കാം. 3 മീഡിയം സൈസ് മധുരക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ കൂടെ തന്നെ ഞാനിപ്പോ ഇതിലേക്ക് 2 മീഡിയം സൈസ് ക്യാരറ്റും കൂടെ ഇതാ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു കളറും കിട്ടും, നല്ലൊരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. കണ്ണിനൊക്കെ ഒരുപാട് നല്ലതല്ലേ. ഇനി ഇതൊന്ന് ആവിയേറ്റി എടുക്കാം. മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒന്ന് ആവിയേറ്റി വേവിച്ചിട്ടെടുക്കാം. അപ്പൊ നമ്മൾ മധുരക്കിഴങ്ങ് ക്യാരറ്റും നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതാ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ നമുക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം മധുരക്കിഴങ്ങിൻ്റെ തൊലി മാറ്റിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ തൊലി മാറ്റാതെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം പുഴുങ്ങി എടുക്കുന്നതാണ് ആരോഗ്യത്തിന് കുറച്ചും കൂടെ നല്ലത്. ഞാനിപ്പോൾ തൊലി നല്ലതുപോലെ കഴിയെങ്കിലും തൊലി പുഴുങ്ങിയെടുത്തതിന് ശേഷം മാറ്റിയിട്ടുണ്ട്. ചെറുതായിട്ട് അവിടെ തൊലികളുണ്ട്, കുഴപ്പമില്ല. അപ്പം ഇത്രയും നമുക്ക് 2 രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ പകുതി നമുക്ക് മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ളതും പകുതി കുട്ടികൾക്ക് വേണ്ടിയിട്ടുമാണ് കാണിക്കുന്നത്. അപ്പോൾ പകുതി മധുരക്കിഴങ്ങും വേവിച്ചെടുത്ത ക്യാരറ്റ് നമുക്ക് മിക്സിഡ് ജാറിലേക്ക് മാറ്റാം. പകുതി നമുക്ക് മാറ്റി വയ്ക്കാം. പുഴുങ്ങിയെടുത്ത മധുരക്കിഴങ്ങ് മിക്സിഡ് ജാറിലേക്ക് മാറ്റാം. നല്ലതുപോലെ ചൂട് മാറിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അതുപോലെ തന്നെ പുഴുങ്ങിയെടുത്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. 10 ബദാം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ 10 കശുവണ്ടി പരിപ്പും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിലക്കടല കുറച്ച് ചേർത്ത് കൊടുക്കാം. എല്ലാം കുറച്ച് വീതം ചേർത്താൽ മതിയാവും. പിന്നെ ഇതിൻ്റെ കൂടെ പിസ്ത വേണമെന്നുണ്ടെങ്കിൽ പിസ്തയും ചേർക്കാം. അപ്പോൾ പിസ്തയൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഒരു 3 ഏലക്കയുടെ ആ തരി മാത്രമേ എടുത്തിട്ടുള്ളൂ. തൊണ്ട് മാറ്റിയിട്ടാണ് എടുക്കുന്നത്. ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്ക പൊടിയോ ഏലക്കയോ ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൽ മധുരത്തിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് ഡേറ്റ്സ് ആണ്. ഒരു 7 ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. ചെറുതാണ്. അതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ്. അതിൻ്റെ കുരു മാറ്റിയിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ പിടിച്ചു നോക്കുന്ന സമയത്ത് അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഡേറ്റ്സ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പാലിൽ ഒന്ന് കുതിർത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ്സ് ആണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം തേൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് മധുരക്കിഴങ്ങിൽ കുറച്ച് മധുരമുണ്ട്, ക്യാരറ്റിൽ മധുരമുണ്ട്. അപ്പോൾ കുറച്ച് ഡേറ്റ്സ് ചേർത്ത് കൊടുത്താൽ മതിയാവും. 1/2 ലിറ്റർ പാലിൻ്റെ അളവിലാണ് ഞാൻ കാണിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. ആ ബദാമും കശുവണ്ടി പരിപ്പ് ഒന്ന് അരഞ്ഞു കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് 1/2 ലിറ്ററിൽ നിന്നും ഒരു 1/2 കപ്പ് പാല് ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഈ ഡേറ്റ്സും ക്യാരറ്റും മധുരക്കിഴങ്ങും ഒക്കെ നല്ലതുപോലെ വേവിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ആ ഡേറ്റ്സും നമ്മൾ ചേർത്ത് കൊടുത്താൽ നട്ട്സൊക്കെ ഒന്ന് അരഞ്ഞു കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ എങ്ങനെയാണെങ്കിലും അങ്ങനെ ചെയ്യാം. ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നല്ലതുപോലെ എല്ലാം കൂടിയിട്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ബാക്കി പാല് ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്തിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 ലിറ്റർ പാല് നമ്മൾ നേരത്തെ 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തു. ബാക്കി പാലും കൂടി ഇത് ഒഴിച്ചു കൊടുക്കും. നിങ്ങൾക്ക് എത്രയാണോ കട്ടി വേണ്ടത് അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ്സോ 1 ഗ്ലാസ്സോ പാലും കൂടി അധികം ഒഴിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. നമ്മൾ അടിച്ചെടുത്തതെല്ലാം കൂടിയിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഈ പറഞ്ഞൊരു 3 ഗ്ലാസ്സിൽ കിട്ടുള്ളൂ നമ്മൾ ഇത്രയും അടിച്ചെടുക്കുന്ന സമയത്ത്. പിന്നെ ഇതിൽ കുറച്ച്
കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് പിസ്ത, ബദാം, കശുവണ്ടി പരിപ്പെല്ലാം കട്ട് ചെയ്തതിലേക്ക് ചേർക്കണം. വേണം നിർബന്ധമൊന്നുമില്ല, കാണാൻ ഒരു ഭംഗിയായിരിക്കും. ഇത് ഡയബറ്റിക് പേഷ്യൻസിനും അതുപോലെ എല്ലാ അസുഖം ഉള്ള ആൾക്കാർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്. നമ്മൾ മധുരക്കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റും ഡേറ്റ്സും കുറച്ച് നട്ട്സ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് നമ്മളിത് അടിച്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ദിവസവും ഒരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ഷീണം മാറുകയും അസുഖങ്ങൾ മാറുന്നതിനും ദാഹം മാറാനും വയറ് നിറയാനൊക്കെ ഇതൊരു ഗ്ലാസ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് പ്രമേഹ രോഗികൾക്കും മറ്റ് രോഗങ്ങൾ വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ഡ്രിങ്കാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. രണ്ടാമത്തെ ഡ്രിങ്കിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച മധുരക്കിഴങ്ങും ക്യാരറ്റും ജാറിലേക്ക് ഇടാം. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ മിക്ക കുട്ടികളും നട്ട്സ് ഒന്നും കഴിക്കാറില്ല. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരറിയാതെ കഴിക്കും. ഒരു 10 ബദാം ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 10 കശുവണ്ടി പരിപ്പും ചേർക്കുന്നുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഏലക്ക ചേർത്താൽ മതി. ഒരു 3 ഏലക്കയുടെ തൊണ്ട് മാറ്റിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ, ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. കുട്ടികൾക്ക് പാൽ കൊടുക്കുന്ന സമയത്ത് തിളപ്പിച്ചാറി അത് നല്ലതുപോലെ തണുപ്പിച്ചിട്ട് എടുക്കാം. തണുപ്പിക്കാതെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ചില കുട്ടികൾക്ക് അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും തണുപ്പ് കഴിക്കുന്ന സമയത്ത്. ചൂട് മാറിയിട്ട് അടിച്ചെടുക്കാവുന്നതാണ് അങ്ങനെയുള്ളവർക്ക്. പിന്നെ ഇതിൽ കണ്ടൻസ് മിൽക്കിന് പകരമായിട്ട് പഞ്ചസാര മധുരത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ തണുപ്പിച്ചെടുത്ത പാലാണ് 1/2 കപ്പ് നേരത്തെ അടിച്ചെടുക്കുന്ന സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇത് അടിച്ചെടുത്തത് ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിപൊളിയായിട്ട് ഇത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കളറിലാണ് കിട്ടുന്നത്. നമ്മൾ ക്യാരറ്റും കൂടെ ചേർത്തത് കൊണ്ട് ഈ ഒരു കളറിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലത്തെ വലിയ 3 ഗ്ലാസ്സിൽ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ കിട്ടും. അപ്പോൾ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നേരത്തെ ഇട്ട് കൊടുത്തതുപോലെ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ മധുരക്കിഴങ്ങും ക്യാരറ്റും വെച്ചിട്ട് ഡ്രിങ്ക് തയ്യാറാക്കി നോക്കാം. മധുരക്കിഴങ്ങ് മാത്രം വെച്ചിട്ട് ചെയ്താലും മതി. ഒന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഡയബറ്റിക് പേഷ്യൻസിനും മറ്റ് അസുഖമുള്ളവർക്കും ദിവസവും കുടിക്കാൻ പറ്റിയ രീതിയിലാണ്. ഇത് കൊച്ചു കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്